അഭിലാഷ് 46.26% തിരുവനന്തപുരം മണ്ഡലത്തിലെ, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡല പരിധിയിൽ പോളിംഗ് ശതമാനം. പക്ഷേ അതായത് താരതമ്യേന നഗരത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഈ വൈകിട്ട് സമയത്ത് കാര്യമായി തന്നെ പോളിംഗ് ഉയരുന്ന തരത്തിലാണ് ഈ തീരപ്രദേശത്തെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തീരപ്രദേശത്തെ ബൂത്തിലാണ്, വലിയതുറ സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ നീണ്ട നിര ഇവിടെ പ്രകടമാണ്. സ്ത്രീകളടക്കമുള്ളവർ ഉച്ചയ്ക്ക് ശേഷം കാര്യമായി പോളിങ്ങിന് വോട്ട് രേഖപ്പെടുത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടുത്തെ കാഴ്ച. പക്ഷേ എന്നിരുന്നാലും ഈ മറ്റ് നഗരമണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന പോളിംഗ് ശതമാനം കുറവാണ്. അതായത് അവസാന മണിക്കൂറിൽ വലിയൊരു പോളിംഗിലേക്ക് നീങ്ങുന്ന തരത്തിൽ കാഴ്ച ഉണ്ടാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2019 അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും ശശി തരൂർ കഴിഞ്ഞ തവണയെല്ലാം ലീഡ് ചെയ്ത തീരദേശത്തെ പാറശാല, കോവളം മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. 54% പാറശാലയിൽ, കോവളത്ത് 52%. പൊതുവേ ഇതിലും ഉയർന്നു നിൽക്കേണ്ടതാണ്. കാരണം രാവിലത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഉച്ചവരെ സാധാരണ ഉച്ചവരെ ഏകദേശം 30% പോളിംഗ് ഒക്കെ സാധാരണ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇന്ന് ഉച്ചവരെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 40 കടന്ന് 50 അടുത്തു. ഇപ്പോൾ ഈ ഉച്ച സമയത്ത് പൊതുവെ ചൂടായതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള 2 മണിക്കൂർ. അതായത് ഇനിയുള്ള 2 മണിക്കൂർ ആണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ തവണ 73% വന്നതാണ്. അവിടേക്ക് പോവില്ലേ എന്നാണ് സംശയം.